എൻ്റെ പേര് നീനറ്റ്. ഞാൻ കാലടി അടവക എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. ഇതിനു മുന്നേ 2 പ്രാവശ്യം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മാതാവിനെ അനുഗ്രഹിച്ചു. കൃപാസനം മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അതിയായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി സാക്ഷ്യം ആരംഭിക്കുകയാണ്. ഞാൻ മെയിനായിട്ട് സാക്ഷ്യം പറയുന്നത് എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് 10% ഇൻക്രിമെൻറ്റ് വേണമെന്ന് തോന്നി. ഞാനപ്പോൾ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് നിയോഗമായിട്ട് ഇട്ടു എനിക്ക് 10% സാലറി ഇൻക്രിമെൻറ്റ് തരണമെന്ന്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേറൊരു ഓർഗനൈസേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാണിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ അപ്ലൈ ചെയ്യാൻ. എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം അത് വളരെ വലിയൊരു സ്ഥാപനമായിരുന്നു. എനിക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. ഞാനത് ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പുള്ളി എല്ലാ ദിവസവും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാനത് അപ്ലൈ ചെയ്തു. ഉടനെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്കിന് പോയാലും ഞാൻ എൻ്റെ കൂടെ കാശുരൂപം കൊണ്ടുപോകും, മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകും. അതെനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തരും. മാത്രമല്ല എനിക്ക് വിജയവും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ എൻ്റെ എല്ലാ അനുഭവത്തിൽ നിന്നും അങ്ങനെയാണ്. കാരണം 6 വർഷമായി ഞാനവിടെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇടയ്ക്ക് പുതുക്കാൻ വിട്ടുപോയാലും പറ്റുമ്പോഴൊക്കെ ഓടി വന്ന് 3 മാസം 4 മാസത്തിനുള്ളിൽ പുതുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്തു. നെറ്റിയിൽ തൈലം തേച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം 2ാമത്തെ റൗണ്ട് അവരെന്നെ സാലറി നെഗോസിയേഷന് വേണ്ടി വിളിച്ചു. അപ്പോൾ എനിക്ക് വേണ്ട സാലറി ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് കമ്പനിയിൽ നിന്ന് മെയിൽ വരാണ്. അവർ ഞാൻ പറഞ്ഞ സാലറി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് എനിക്ക് ലഭിച്ചിരുന്ന സാലറിയേക്കാളും ഒരു 2.5 ഇരട്ടി സാലറി ആയിരുന്നു അത്. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ കോൺസ്റ്റൻ്റായിട്ട് അവരെന്നെ വിളിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റൻസ് മെയിൽ ഞാൻ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം അക്സെപ്റ്റൻസ് മെയിൽ അയച്ചു. എനിക്ക് ഒരുപാട് നന്ദി മാതാവിനോട് ഞാൻ കാഴ്ചവെച്ചു. ഞാനപ്പോൾ വർക്ക് ചെയ്ത സ്ഥലത്ത് റെസിഗ്നേഷൻ കൊടുത്തു. അങ്ങനെ 1 മാസത്തെ നോട്ടീസ് പീരീഡ് എനിക്ക് ഉണ്ടായിരുന്നു. നോട്ടീസ് പീരീഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഫൈനൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചില്ല. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. കാരണം ഫൈനൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാണ്ടാണ് ഞാൻ അവിടെ നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു, മാതാവിനോട് സംസാരിച്ചു. മാതാവിൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാനിപ്പോൾ ഉടമ്പടി ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, മെയ് മാസം ഒക്ടോബർ മാസമാണ് മാതാവ് കൂടുതലായിട്ടും മാതാവ് തരുന്ന കാര്യങ്ങളിൽ അത്ഭുതം നടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയണം, ഒക്ടോബർ മാസം എനിക്ക് എന്തായാലും കിട്ടും അപ്പോയിൻമെൻറ്റ് ഓർഡർ. അങ്ങനെ ഒക്ടോബർ മാസം മുഴുവൻ ഞാൻ ഒരുപാട് ജപമാല ചൊല്ലി. അതിയായ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം മാതാവ് തന്ന ജോലിയാണ് അത് എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്ടോബർ 1 മുതൽ 31 വരെ ഞാൻ പ്രാർത്ഥിച്ച് ഒക്ടോബർ 31-ാം തീയതി വൈകുന്നേരം 5:30 മണിക്കാണ് എനിക്ക് മെയിലും ഓർഗനൈസേഷനിൽ നിന്ന് കോളും വരുന്നത്. ഫൈനൽ അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് എത്രയും വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതിലുപരി എനിക്ക് ജോലി ലഭിക്കുന്നതിന് പോലെ തന്നെ ജോലി ചെയ്യാനുള്ള കൃപാവരവും മാതാവ് തന്നു. അതാണ് അതിലും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി കാശുരൂപം കയ്യിൽ എടുത്തിട്ടാണ് ജോലി സ്ഥലത്തേക്ക് പോകാറുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് വിജയകരമായി തന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ അഡ്മിഷൻ, കുട്ടികളുടെ സ്കൂൾ ചേഞ്ച് ചെയ്തു, പുതിയ സ്ഥലത്തേക്കാണ് മാറിപ്പോയത്. അപ്പോൾ എനിക്ക് ടെൻഷൻ. എല്ലാവരും ചോദിച്ചു, പകുതിയിൽ വെച്ച് നീ മക്കളെയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും? പക്ഷെ അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2 ടേം കഴിഞ്ഞിട്ടാണ് 3ാമത്തെ ടേമിലാണെങ്കിലും ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് അവർക്ക് അഡ്മിഷൻ ലഭിച്ചു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ മാതാവ് എനിക്ക് ജോലി ചെയ്യാനുള്ള കൃപാവരം തന്നു. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ട് അവർ റെസിഗ്നേഷൻ പേപ്പർ ഇട്ടു. പക്ഷേ എനിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ജോലി ഒരു ഭാരമായിട്ട് മാതാവ് എനിക്ക് തോന്നിച്ചിട്ടേ ഇല്ല ഇതുവരെ. അത്ര രീതിയിൽ ആ ജോലി ചെയ്യാനുള്ള കൃപാവരം മാതാവ് തന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. അതുകൂടാതെ ഞാൻ ഉടമ്പടിയിലെ ഉപ്പ് എൻ്റെ വിൽക്കാതെ കുറച്ച് നാളായി കിടന്നിരുന്ന ഒരു ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പുതുക്കിയ ശേഷം ഉപ്പ് ആ പറമ്പിൽ കൊണ്ടുപോയിട്ടു. അതിനുശേഷം അതിങ്ങനെ കുറച്ച് പ്ലോട്ട് വിറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ആൾക്കാർ വന്നത് വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോവാതെ ഇരുന്ന ഭൂമിയാണത്. അത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഞാൻ മുടങ്ങാതെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മുടങ്ങാതെ കൂടും. അപ്പം ഞാൻ വീട്ടിലിരുന്ന് അച്ഛൻ്റെ രോഗസൗഖ്യം സമയത്ത്
ഞാൻ കൈവച്ച് എനിക്ക് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കിൻ ഡിസീസ് ഉള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റത്തെ ദിവസം മുതൽ എൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഞാൻ പറയുന്ന സാക്ഷ്യങ്ങളിവിടെ. ഞാൻ കാരുണ്യ പ്രവർത്തികൾ മുടങ്ങാതെ ചെയ്യാറുണ്ട്. രാവിലെ എല്ലാ ദിവസവും 5:30 കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് 5:30 എഴുന്നേറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനങ്ങൾ കൂടും, കാരുണ്യ പ്രവൃത്തി ചെയ്യും, ഷെയർ ചെയ്യും വീഡിയോസ്, ഉടമ്പടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. മൂന്നാമതും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് വലിയ അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. മാതാവിനെ കൂട്ടുപിടിച്ച ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി. മുടക്കുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ കുർബാനയ്ക്ക് പോവും, കുമ്പസാരിക്കും, ജപമാല ചൊല്ലി ഒരുപാട് ജപമാല ഭക്തിയിൽ വളരാനും കഴിഞ്ഞു. ആദ്യം എനിക്ക് ഇത്രയും ജപമാല ഭക്തി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് വളരെയധികം ജപമാല ഭക്തിയുണ്ട്. ജപമാല ചൊല്ലിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ജപമാല ഒരു ദിവസം കുറഞ്ഞു പോയാൽ പിറ്റത്തെ ദിവസം കൂടുതൽ ചെല്ലാൻ, ബൈബിൾ അതുപോലെ തന്നെ വായിക്കാൻ ഉള്ള വലിയൊരു ത്വര ഉള്ളിൽ മാതാവ് എനിക്ക് തരുന്നുണ്ട്. ഉണ്ണീശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. സങ്കീർത്തനം 138 1-ാം വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് സ്വകാര്യമായൊരു കാര്യമല്ല. ഉടമ്പടി ദൈവവുമായുള്ള ഒരു ജീവിത ബന്ധമാണ്. ദൈവത്തോടുള്ള പൂർണ്ണമായ വിശ്വാസവും ആത്മസമർപ്പണവുമാണ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അവരുടെ മുമ്പിൽ ദൈവത്തെ തുറന്ന് സ്തുതിക്കുവാനുള്ള ധൈര്യവും ദൈവത്തിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്തുകയുമാണ് കൃപാസനത്തിലെ ഓരോ ഭക്തരെയും ഓരോ സാക്ഷ്യമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ സ്തുതിയായിരുന്നു. മാഗ്നിഫിക്കാറ്റ്, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ് എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ മാതൃകയിൽ നമ്മുടെ ജീവിതവും ഒരു ദൈവത്തിൻ്റെ സ്തുതിയായി മാറ്റുകയെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം കഴിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കായിട്ട്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമുക്ക് സാധിക്കാത്ത കാര്യമാണ്, 10 വർഷമായിട്ട് സാധിക്കാത്തതാണ്. ഉടമ്പടിയിൽ നിയോഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നടത്തി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തോട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും നൽകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കണ്ണുനീർ കണ്ട് ഐ ഹാവ് സീൻ യുവർ ടിയേഴ്സ് എന്നാണ് ഐസയുടെ പുസ്തകം, ഐസായ പ്രവാചന പുസ്തകം 38-ാമത്തെ 5-ാം വചനം പറയുന്നത്. നിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ്. കണ്ണുനീർ കാണുന്ന കൂടെയുള്ള ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. 10 വർഷത്തോളം പറ്റാത്ത കാര്യം, അസാധ്യമായ കാര്യമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾക്ക് ആ പ്ലോട്ട് വിൽക്കാൻ സാധിച്ചതും. പിന്നീടുണ്ടായ രോഗസൗഖ്യമായ അലർജി, അതും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നന്ദി പറയാം. ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും, ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കർത്താവ് നമുക്ക് കഴിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ നമുക്ക് മടിക്കേണ്ട. നമ്മൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഈ മക്കൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ലജ്ജിക്കേണ്ടി വരികയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള സാഹചര്യം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും നീനറ്റിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.